അവാർഡ്സുകൾ ഇപ്പം വീട് നിറച്ചും ഉണ്ട്. അവാർഡ്സ് മെയിൻ അവാർഡ്സുകൾ എന്ന് പറയാനായിട്ട് കേരള സ്റ്റേറ്റ് അവാർഡ്, തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡ്, പിന്നെ ഫിലിം ഫെയർ അവാർഡ്, പിന്നെ ഏഷ്യാനെറ്റ് അവാർഡ്, അമൃത TV അവാർഡ്, പിന്നെ ഇൻ്റർനാഷണൽ തമിഴ് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഡോക്ടറേറ്റ്, അതൊക്കെയാണ് മെയിനായിട്ട്. പിന്നെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് പലതവണ കിട്ടി. ഇപ്പം വരുന്ന പുതിയ തലമുറയായിട്ടുള്ള കുട്ടികൾക്ക്, പാട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ചേട്ടൻ്റെ എന്താണ് ഉപദേശം പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ഉപദേശം ഇപ്പം തന്നെ കിട്ടിയല്ലോ, ഗുരുമുഖത്തുനിന്ന് പാട്ട് പഠിക്കുക, പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ഇല്ലാതെ ഒരാളും നന്നാവില്ല. പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ പറയണേ. അപ്പം ചില ആൾക്കാരൊക്കെ പണ്ടത്തെ കാലത്ത് മണിക്കൂറുകളോളം 6 മണിക്കൂർ 12 മണിക്കൂറൊക്കെ പ്രാക്ടീസ് ചെയ്തിരുന്ന ആൾക്കാരുണ്ട്. ചില ഇൻസ്ട്രുമെൻറ്റ്സ്, പാട്ടിൻ്റെ കാര്യത്തിൽ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് ശബ്ദം പോവും. പക്ഷേ എന്നാലും ഏർലി മോർണിംഗ് ഒരു 3 മണിക്ക് ശേഷം 7 മണിക്കുള്ളിൽ എഴുന്നേറ്റിട്ട് എപ്പോൾ വേണമെങ്കിലും, അതിന് 3 മണിന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ, ആ സമയം ആണ് ഏറ്റവും നല്ല ബെസ്റ്റ് സമയം. 4 മണി, 3 മണി, 4 മണി, 5 മണി, അങ്ങനെ ഓരോരുത്തരുടെ സൗകര്യം പോലെ 7 മണിക്കുള്ളിൽ സാധകൻ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ മാക്സിമം. ഓവർ സ്ട്രെയിൻ ചെയ്യരുത്. പിന്നെ ഓരോരുത്തരുടെ റേഞ്ചിനനുസരിച്ച് ശ്രുതി സെലക്ട് ചെയ്യുക, അതിനനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെയുള്ളൂ. എനിക്ക് അങ്ങനെ ഉപദേശിക്കാനും മാത്രം ഞാൻ അങ്ങനെ അത്ര വലിയ ആളൊന്നും അല്ല. എനിക്കറിയാവുന്ന കുറച്ച് അറിവുകൾ പറഞ്ഞു തന്നേ ഉള്ളൂ.